ജയ് ശ്രീ രാധേകൃഷ്ൺ. പ്രിയപ്പെട്ടവരെ, വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ പ്രാർത്ഥന. ഹേ കൃഷ്ണ, ഈ വാണി കേൾക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ അങ്ങയുടെ കൃപ എപ്പോഴും ഉണ്ടാകണമേ. നിങ്ങളുടെ ഹൃദയവും ഭക്തിയാൽ നിറഞ്ഞതാണെങ്കിൽ താഴെ കമന്റിൽ ജയ് ശ്രീ രാധേകൃഷ്ണ എന്ന് തീർച്ചയായും എഴുതുക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ദിവ്യ സന്ദേശവും നിങ്ങളിലേക്ക് എത്തുവാനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വരൂ, നമുക്ക് ഈ ആത്മീയ യാത്ര ആരംഭിക്കാം. ചിലപ്പോൾ ജീവിതം നമ്മളെയെല്ലാം മങ്ങിയതായി തോന്നുന്ന ഒരു ഘട്ടത്തിൽ കൊണ്ടു നിർത്തുന്നു. ആളുകൾ അടുത്തുണ്ടാകും, പക്ഷേ ആത്മബന്ധം നഷ്ടപ്പെട്ടിരിക്കും. ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ടാകും, പക്ഷേ അത് ആത്മാവിലേക്ക് എത്തുന്നില്ല. ഏറ്റവും വലിയ കാര്യം, നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെടുത്താൻ തുടങ്ങുന്നു. ഒരു പക്ഷേ ഇതായിരിക്കാം കൃഷ്ണന്റെ വാണി. നമ്മെ ഉള്ളിൽ നിന്ന് വിളിക്കുന്ന ആ നിമിഷം ഒരു വഴിയും കാണാനാവാത്തപ്പോൾ സ്വയം ഉപേക്ഷിക്കരുത്. സ്വയം താങ്ങി നിർത്തുക. കാരണം അതുതന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ആശ്രയം. മനുഷ്യന്റെ ജീവിതം ഒരു നേർരേഖയല്ല. അത് കുരുക്കുകളുടെയും പ്രതീക്ഷകളുടെയും ചിതറിയ സ്വപ്നങ്ങളുടെയും പെട്ടെന്ന് തകരുന്ന വിശ്വാസങ്ങളുടെയും ഒരു വലയാണ്. നമ്മൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുന്നു. ചിലപ്പോൾ സമയം, ചിലപ്പോൾ ആളുകളെ, ചിലപ്പോൾ ആത്മാഭിമാനം, ചിലപ്പോൾ സമാധാനം. എന്നാൽ ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു, പോയതൊന്നും നമ്മളുടേതായിരുന്നില്ല, ശേഷിക്കുന്നത് മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യം. വരാനിരിക്കുന്നതിനെ നേടാനായി സ്വയം വീഴാൻ അനുവദിക്കരുത്. ഏതെങ്കിലും ഒരു കാര്യം ഹൃദയത്തിൽ ആഴത്തിൽ തറയ്ക്കുകയും കണ്ണുനീർ തടഞ്ഞു നിർത്താൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അത് ഈശ്വരൻ മാത്രം കേൾക്കുന്ന ഒരു തേങ്ങലായി മാറുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നു, വാക്കുകൾക്ക് അതീതമായ ഭാവത്തെ ഞാൻ കേൾക്കുന്നു, മൗനത്തിൽ ഒഴുകുന്ന ആ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുന്നു. മനുഷ്യൻ പലപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു, ഭാവിക്ക് നേരെ, വിജയത്തിനു നേരെ, സ്ഥിരതയ്ക്കു നേരെ. പക്ഷേ ഓട്ടത്തിനിടയിൽ അവൻ ആരിൽ നിന്നാണ് ഓടുന്നതെന്ന് മറന്നു പോകുന്നു. ചിലപ്പോൾ നമ്മൾ തിരക്കിലായി നമ്മുടെ സ്വന്തം വേദന പോലും അനുഭവിക്കാൻ മറന്നു പോകുന്നു. നമ്മൾ പുറമെ പുഞ്ചിരിക്കുകയും ഉള്ളിൽ തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ പറയുന്നു, നിങ്ങൾ പുറമെ എത്ര അണിഞ്ഞൊരുങ്ങിയാലും ഉള്ളിൽ തകർന്നവനാണെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. സ്വയം ഉള്ളിൽ നിന്നും അലങ്കരിക്കൂ, അവിടെയാണ് എൻ്റെ വാസം. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നവർ തന്നെ നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ട്? എന്നാൽ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, എല്ലാ ബന്ധങ്ങളും പരീക്ഷണങ്ങളല്ല, എന്നാൽ എല്ലാ ബന്ധങ്ങളും സ്ഥിരവുമല്ല. ചിലർ നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ വരുന്നു, ചിലർ കൂടെ നിൽക്കാൻ. രണ്ടും അത്യാവശ്യമാണ്. രാധയ്ക്ക് കൃഷ്ണനെ ലഭിച്ചില്ല, പക്ഷേ അവൾ പ്രണയത്തെ അമരമാക്കി. ദ്രൗപദിക്ക് ലോകം മുഴുവൻ നഷ്ടമായി, പക്ഷേ അവൾക്ക് കൃഷ്ണനെ ലഭിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ പക്കലുള്ളത് തന്നെ നിങ്ങളുടേതാണെന്ന് നിർബന്ധമില്ല. കാലത്തിന്റെ ഓരോ ഘട്ടത്തിലും ആരവങ്ങളില്ലാതെ വെറും മൗനത്തിൽ, വെറും കൂടെയായി ആരാണ് നിങ്ങൾക്കായി നിലകൊള്ളുന്നത് എന്നതാണ് പ്രധാനം. ജീവിതം നിശ്ചലമാകുമ്പോഴും സമയം നിലച്ചതുപോലെ തോന്നുമ്പോഴും അസ്വസ്ഥത വർദ്ധിക്കുന്നു. എന്നാൽ കൃഷ്ണൻ പറയുന്നു, നിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്താണോ അതുതന്നെ നിന്നെ ഏറ്റവും ശക്തനാക്കുന്നു. സമയം നിശബ്ദമാകുമ്പോഴാണ് ഈശ്വരൻ സംസാരിക്കുന്നത്. ക്ഷമ ഒരു ബലഹീനതയല്ല, അത് ഏറ്റവും വലിയ ശക്തിയാണ്. അർജുനന് യുദ്ധകളത്തിൽ എഴുന്നേൽക്കുന്നതിനു മുൻപ് വീഴേണ്ടി വന്നതുപോലെ ഓരോ മനുഷ്യനും നടക്കുന്നതിനു മുൻപ് നിൽക്കേണ്ടി വരുന്നു. ഗീതയിലെ കൃഷ്ണന്റെ ഉപദേശം ഇതുതന്നെയായിരുന്നു. കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കാരണം നിങ്ങളുടേതായതെന്തോ അത് നിങ്ങളുടെ വഴിയിൽ തനിയെ വരും. നിങ്ങൾ തളരാതെ മുന്നോട്ട് പോവുകയേ വേണ്ടൂ. ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ സുഖവിവരം ചോദിക്കുന്നില്ലെങ്കിൽ വിഷമിക്കരുത്. കൃഷ്ണൻ പറയുന്നു, നിങ്ങൾ സ്വയം സംസാരിക്കാൻ പഠിക്കൂ, നിങ്ങൾ സ്വയം ആലിംഗനം ചെയ്യാൻ പഠിക്കൂ. കാരണം ലോകം മുഴുവൻ നിശബ്ദമാകുമ്പോൾ നിങ്ങളുടെ ആത്മാവ് മാത്രമാണ് നിങ്ങളുടെ കൂട്ടുകാരനാകുന്നത്. നമുക്കെല്ലാം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പക്കൽ ഈശ്വരന്റെ നാമം മാത്രം അവശേഷിക്കുന്നു. ശ്രീകൃഷ്ണൻ എന്ന ആ നാമം നിങ്ങളുടെ തകർന്ന ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്ര ശക്തമാണ്. നമ്മൾ പുറം ലോകത്ത് ഒരുപാട് തിരയുന്നു, സുഖം, സമാധാനം, സ്നേഹം, വിജയം. എന്നാൽ ശ്രീകൃഷ്ണൻ പറയുന്നു, ഉള്ളിൽ ശാന്തനല്ലാത്തവന് പുറത്ത് സുഖം കണ്ടെത്താനാവില്ല. സ്വയം സ്നേഹിക്കാത്തവന് ലോകത്തെയും സ്നേഹിക്കാൻ കഴിയില്ല. മനുഷ്യൻ തന്നിലേക്ക് തന്നെ മടങ്ങി വരേണ്ടതുണ്ട്. ഉള്ളിലേക്ക് ഒരു യാത്ര ചെയ്യേണ്ടതുണ്ട്. കാരണം അവിടെയാണ് ഈശ്വരൻ.
അവിടെയാണ് കൃഷ്ണൻ. ഓരോ രാത്രിയുടെയും അവസാനം പ്രഭാതമാണ്. ഓരോ കണ്ണുനീരിനു പിന്നിലും ഒരു പുഞ്ചിരി ഒഴിഞ്ഞിരിപ്പുണ്ട്. ഓരോ പോരാട്ടത്തിനുള്ളിലും ഒരു വരം ഒഴിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ തകരട്ടെ, പക്ഷേ വീഴരുത്. കാരണം നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ കൂടെ കൃഷ്ണനുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ കാണുന്നവർ, നിങ്ങളുടെ മൗനം കേൾക്കുന്നവർ, നിങ്ങളുടെ ആത്മാവിനെ താങ്ങുന്നവൻ, അതെ, ശ്രീകൃഷ്ണൻ. അതിനാൽ ജീവിതത്തെ മുറുകെ പിടിക്കുക, സ്നേഹത്തെ മനസ്സിലാക്കുക, ഈശ്വരനെ വിളിക്കുക. കാരണം ഓരോ വിളിയും കേൾക്കപ്പെടുന്നുണ്ട് സമയത്തിന്. അല്പം ക്ഷമ മാത്രം മതി. ഇന്നല്ലെങ്കിൽ നാളെ വേദന കുറയും, വഴി തെളിയും, സ്നേഹം ലഭിക്കും, സമാധാനം തനിയെ നിങ്ങളുടെ ഉള്ളിൽ ഉണരും. ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കുക. കാരണം എന്തു തന്നെ സംഭവിച്ചാലും അത് അവനാലും അവന് വേണ്ടിയുമാകുന്നു. നിങ്ങളുടെ പക്കൽ ഉത്തരങ്ങളില്ലെങ്കിൽ, ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, സാഹചര്യങ്ങൾ നിങ്ങളെ വീണ്ടും വീണ്ടും തളർത്തുന്നുവെങ്കിൽ വിഷമിക്കരുത്, ശാന്തനായിരിക്കുക. കാരണം ശാന്തനായ വ്യക്തിക്ക് മാത്രമേ ശ്രീകൃഷ്ണന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂ. ജീവിതം നിങ്ങളെ വീണ്ടും വീണ്ടും അതേ സ്ഥാനത്ത് കൊണ്ട് നിർത്തും, എവിടെയാണോ നിങ്ങൾ മുൻപ് തകർന്നത്. പക്ഷേ ഇത്തവണ തകരരുത്. സ്വയം ശ്രീകൃഷ്ണന് സമർപ്പിക്കൂ. കാരണം നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും നഷ്ടപ്പെടുമ്പോൾ കൃഷ്ണൻ നിങ്ങളുടെ ഏക പരിഹാരമായി മാറുന്നു. ആ പരിഹാരം വാക്കുകളിലൂടെയല്ല, അനുഭവത്തിലൂടെയാണ് വരുന്നത്. ശ്രദ്ധ വയ്ക്കുക, ക്ഷമിക്കുക, മുന്നോട്ടു പോവുക. കാരണം മുന്നോട്ടു പോകുന്നവനെ നേടുന്നുള്ളൂ. ശ്രീകൃഷ്ണനിൽ സമർപ്പിതനായവനെ ലോകം കുനിഞ്ഞു നമിക്കുന്നു. ജയ് ശ്രീ രാധേ കൃഷ്ണ.